അപ്പോൾ ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു സോറി പറയാൻ കേട്ടോ. ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ഇന്ന് ഹെയറിൽ അപ്ലൈ ചെയ്യുന്ന ഒരു പാക്ക് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ റിയലി സോറി ഫോർ ദാറ്റ്. എനിക്ക് ആ ഒരു ഹെയർ പാക്ക് ചെയ്യാനായിട്ടുള്ള ടൈമോ അതുപോലെ ഹെയറിൽ അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഒരു ടൈം കിട്ടിയിട്ടില്ല. സോ ഞാൻ പാക്ക് എന്താണെന്ന് പറഞ്ഞുതരാം. അതായത് നമ്മുടെ ചെമ്പരത്തിപ്പൂവ്, ചെമ്പരത്തിൻ്റെ ഇല, ഉലുവ നമുക്ക് തലേ ദിവസം വെള്ളത്തിലിട്ടിട്ട് കുതിരുമ്പോൾ അരച്ചെടുക്കാം. ഓക്കെ, അല്ല കുതിർത്ത ഉലുവ എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് കുതിർക്കാൻ മറന്നു പോകുന്നവർക്ക് ഉലുവ വെള്ളത്തിൽ നന്നായിട്ട് തിളപ്പിക്കുക. ആ ഉലുവയുടെ എല്ലാ അംശവും ആ വെള്ളത്തിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ആ വെള്ളം എടുക്കാം. ഓക്കെ, ഇത് രണ്ടിലേതെങ്കിലും ഒന്നെങ്കിൽ കുതിർത്ത ഉലുവയും ആ വെള്ളവും കൂടി, അല്ലെങ്കിൽ നമ്മൾ വെള്ളത്തിലിട്ട് നന്നായിട്ട് വേവിച്ചെടുത്ത് ആ ഉലുവയും വെള്ളം കൂടി നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ചെമ്പരത്തിപ്പൂവ്, ചെമ്പരത്തി ഇല, ഈ ഉലുവ. ചെമ്പരത്തി പൂവ് ഒരുപാടുണ്ടെങ്കിൽ ചെമ്പരത്തി ഇല ഇട്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ കറ്റാർവാഴ, പിന്നെ ഒരു നെല്ലിക്ക. ഇത്രയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. പിന്നെ നമുക്ക് കറിവേപ്പിലയും കൂടി ഇടാം. അപ്പോൾ ഇത്രയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അതൊരു പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. എന്നിട്ട് നമ്മുടെ ഹെയറിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഈ തലയിൽ ഇങ്ങനെ ഇതിൻ്റെ ചെമ്പരത്തിലേക്ക് ആ ഒരു സംതിങ് ആ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ ഒരു അവശിഷ്ടങ്ങളൊക്കെ ഇരിക്കുന്നത് ഇഷ്ടമല്ലാത്തവർക്ക് അത് ഒന്ന് പിഴിഞ്ഞെടുത്ത് ഒന്ന് അരിച്ചെടുത്തിട്ട് തലയിൽ അപ്ലൈ ചെയ്യാം. അല്ലാത്തവർക്ക് അങ്ങനെ തന്നെ തേക്കാം. നന്നായിട്ട് നമ്മുടെ സാധാ വെള്ളത്തിൽ നമുക്ക് നന്നായിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയാം. ഓക്കെ, അതാണ് ഇന്നത്തെ പാക്ക്. ഞാനിത് ലാസ്റ്റ് ഒന്നും പറയാഞ്ഞതാണ്. തുടക്കത്തിൽ തന്നെ പറയുമ്പം ആ ഒരു ഭാരം മനസ്സിൽ നിന്ന് അറിഞ്ഞു വെച്ചതുപോലെ ആവും. പിന്നെ നാളെ ഡബിൾ ഓയിലിംഗ് മെത്തേഡാണ്. നാളെയും വീഡിയോ എടുക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. പറ്റുമെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് കാണിച്ചു തരാം. അല്ലെങ്കിൽ ഇന്ന് നൈറ്റ് ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ചെയ്യാം. സോ നാളെ മേ ബി എനിക്ക് വീഡിയോ എടുക്കാനുള്ളൊരു ടൈം കിട്ടില്ല. സോ എല്ലാവരും ആ ഒരു നമ്മുടെ ചലഞ്ച് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ പറയാം കേട്ടോ. വീഡിയോയിൽ കുറേ പോരായ്മകളുണ്ട്. ഒരു രണ്ട് വീഡിയോസ് ആയിട്ട്. ബാക്കിയുള്ള വീഡിയോയിലൊക്കെ കുഴപ്പമില്ലാണ്ടൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റി. പക്ഷേ 2 വീഡിയോസ് എനിക്ക് ലാസ്റ്റുള്ള വീഡിയോയും ഈ ഒരു വീഡിയോ എനിക്ക് കംപ്ലീറ്റ്ലി എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞതുപോലെ കുറച്ച് എമർജൻസി കേസസ് ഉണ്ടായിരുന്നു. ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു. അപ്പോൾ അമ്മയ്ക്കൊരു കുഞ്ഞൊരു മൈനർ സർജറി ഉണ്ടായിരുന്നു. സോ അതിൻ്റെ പിറകെയായിരുന്നു. അപ്പോൾ ഇന്നായിരുന്നു സർജറി. സോ ഇന്ന് ഞാൻ എനിക്ക് പാക്ക് ഉണ്ടാക്കാനായിട്ട് ചെമ്പരത്തിപ്പൂവൊക്കെ നമ്മുടെ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു സ്ഥലത്ത് പോയി ഒപ്പിച്ച് ഫ്രിഡ്ജിലൊന്ന് സൂക്ഷിച്ച് വെച്ചു. അപ്പോഴാണ് ഇതുപോലെ സർജറീൻ്റെ ഇതൊക്കെ ആയിട്ട് പോയി. പിന്നെ ആകെ മൈൻഡൊക്കെ പോയി. അങ്ങനെ ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചത്. ഇതും ഒരു എക്സ്പെക്റ്റഡ് വീഡിയോ അല്ല കേട്ടോ. നമ്മുടെ ചാനലിൽ വരുന്ന മിക്ക വീഡിയോയും എക്സ്പെക്റ്റഡ് ആയിട്ട് തരുന്ന വീഡിയോ അല്ല. പിന്നെ ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു കുറെ കേൾക്കാം കേട്ടോ. കേട്ടോ, അത് വേറെ ആരുമല്ല, എൻ്റെ മിലോക്കുട്ടനാണ്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ മിലോക്കുട്ടൻ എൻ്റെ ശബ്ദം കേട്ടത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വരട്ടെ ഇരുത്തിയിട്ട് വരാം. ഒന്ന് കേൾക്കില്ല, എന്നിട്ട് വരട്ടെ ഇരുത്തിയിട്ട് വരാം. ഞാൻ ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ചാണ് മില്ലോ ഭയങ്കരമായിട്ട് പേടിച്ചെന്ന്. വെറുതെയാണ്. അവൻ എന്തോ ഒരു ദയനീയാവസ്ഥ തോന്നിയിട്ട് എന്തോ മിണ്ടാതിരിക്കുന്നുണ്ട്. അപ്പോൾ എന്താ കാര്യം എനിക്കറിയില്ല. സാധാരണ അങ്ങനെ ചെയ്യാറില്ല. ഈ വയ്യാതെ അസുഖമൊക്കെ വന്ന് അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ സങ്കടമൊക്കെ വരുന്ന ടൈമിൽ മാത്രമേ ഞാൻ പറഞ്ഞാൽ കേൾക്കാറുള്ളൂ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ കേൾക്കില്ല. അപ്പോൾ ഈ വീട്ടിൽ അവനൊട്ടും പേടിയില്ലാത്ത ഞാൻ എന്താ അറിയില്ല. പക്ഷേ അച്ഛൻ അവിടെ നിന്നിടാ എന്ന് പറഞ്ഞാൽ മതി, അവിടെ ഉണ്ടാകാൻ മുകളിലേക്ക്. അപ്പോൾ അച്ഛനെ നല്ല പേടിയാണ്. പിന്നെ അച്ഛനെയാണ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ എത്ര ഹിംസും അച്ഛനെ അടിക്കാറുണ്ട്. മീൻസ് ഭയങ്കര കുറച്ചൊന്ന് ശല്യം ചെയ്തു ഭയങ്കര കുറയാണ്. അപ്പം ഞങ്ങൾക്ക് ചുമ്മാ കടന്നു അങ്ങനെ ഇതൊന്നും കുറയ്ക്കുന്നില്ല. പക്ഷേ എൻ്റെ ശബ്ദം ഭയങ്കര ബാസാണ്. അപ്പം ഭയങ്കരമായിട്ട് കുഴക്കുന്ന സമയത്തും കുഴക്കാനായിട്ട് വന്നൊരു കൊച്ചുകൊട്ടൊക്കെ കൊടുക്കാറുണ്ട്. അപ്പം ആ ഒരു ടൈമിൽ പുള്ളിക്കാരെ ഭയങ്കര കാമാൻ കൂളായിട്ടാണ് ഇരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരാവനെ. ഇപ്പോൾ കാണിക്കാൻ ചെന്നാൽ നമ്മുടെ വീഡിയോ ഒന്നും എടുത്ത് നടക്കത്തില്ല. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു ഹാപ്പിനെസ് ആണ് അവൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ മോനെ. പിന്നെ അവനെ പറ്റി പറഞ്ഞാൽ ആ ഒരു ടോപ്പിക്കിലേക്ക് പോകും. അപ്പോൾ നമുക്ക് ഹെയർ കെയർ ചലഞ്ചിലേക്ക് വരാം. ഓക്കെ അപ്പം പിന്നെ പറയാനുള്ള വെച്ചാൽ അപ്പം ആ ഒരു ഹെയർ കെയർ ചലഞ്ചിൽ ഓരോ ദിവസത്തെ കാര്യങ്ങൾ ഞാനൊരു അതായത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള ഹെയർ പാക്ക് എന്നുള്ളത് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടൊരു രീതിക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലൊരു വീഡിയോ പോലെ ഇതിൽ തന്നെ ആഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി ഇട്ട് നിങ്ങളത് ഉറപ്പായിട്ട് ഫോളോ ചെയ്യും കേട്ടോ. കാര്യം നമ്മുടെ 1 ഇയർ ചലഞ്ചാണ്. നമ്മൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. ഈ ഒരു വീക്കെൻഡ് കുറച്ച് മിസ്സായി. കാര്യം എനിക്ക് ഹെയർ പാക്ക് ഒന്ന് അപ്ലൈ ചെയ്യാനുള്ള ഒരു കണ്ടീഷനൊന്നും അല്ലായിരുന്നു. പക്ഷേ ഞാൻ റോസ്മേരി വാട്ടറിൻ്റെ ആ ഒരു ചലഞ്ച് ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ. കാര്യം 7 ദിവസത്തെ ചലഞ്ചാണ് ഞാൻ പറഞ്ഞത്. സോ അത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ കേട്ടോ. ഇത്രയും ദിവസം യൂസ് ചെയ്തിട്ട് എനിക്ക് ഒരു പ്രശ്നമില്ല. നമുക്ക് മീൻസ് കുളിച്ചിട്ട് വന്നിട്ട് നമ്മൾ സിറമൊക്കെ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നത് നല്ല സ്മൂത്തായിട്ട് ഒരു കണ്ടീഷനിൽ നല്ല രസമായിരിക്കും കാണാൻ. ആ ഒരു അപ്പിയറൻസ് നമുക്ക് കിട്ടും കേട്ടോ. റോസ്മേരി വാട്ടർ യൂസ് ചെയ്താൽ അത് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് യൂസ് ചെയ്താൽ എനിക്ക് മറ്റേ പുറത്തൊന്നും വാങ്ങുന്നതിനെ പറ്റി എനിക്ക് അറിയില്ല. ഞാനത് യൂസ് ചെയ്തിട്ടില്ല. സോ നിങ്ങൾക്കത് 100% ജെനുവിൻ ആയിട്ട് നിങ്ങൾക്ക് എന്നെ വിശ്വസിച്ച് നിങ്ങൾക്കത് യൂസ് ചെയ്യും. കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ അതിന് നല്ല സ്മെല്ലാണ്. നമ്മുടെ മുടിക്ക് നല്ല സ്മെല്ലുണ്ട് കേട്ടോ. സീരിയസ്ലി ഇപ്പോഴാണ് ഞാൻ മണക്ക് ചോടുന്നത്. മുടിക്ക് നല്ല സ്മെല്ലുണ്ട്. പിന്നെ അപ്പം അത്രയൊക്കെയുള്ളൂ അത്. പിന്നെ ഒരു പുതിയൊരു ടൈപ്പ് ഓഫ് ഓയിൽ, ലൈക്ക് അതും ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ ഒരു ചലഞ്ച് പോലെ എനിക്കൊന്ന് ചെയ്ത് നോക്കണം എന്നുള്ള ഒരു ടൈപ്പ് ഓഫ് ഓയിൽ. അത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അത് ഞാൻ പ്രിപ്പയറൊക്കെ ചെയ്ത് അതൊന്ന് ചലഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ജെനുവിനായിട്ടുള്ള രീതിക്ക് തന്നെ ഞാനത് പറയാം. കാര്യം അത് ഫ്ലോപ്പാണോ എന്ന് എനിക്കറിയില്ല. സോ അതും ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് പറയാം. എനിക്ക് പറഞ്ഞാൽ ഈ ഒരു വീഡിയോ എടുക്കാനുള്ള ടൈം കിട്ടുന്നില്ല. സോ അതാണ് മെയിൻ പ്രശ്നം.
ഓക്കെ, ഇനി ഞാൻ ഈ ഒരു ഹോസ്പിറ്റൽ കേസിന് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ 100% ആക്റ്റീവ് ആയിരിക്കും. സോ അതുവരെ ചെറിയ ചെറിയ ഷോർട്സുകളോ അല്ലെങ്കിൽ വീഡിയോ മാക്സിമം ഞാൻ ട്രൈ ചെയ്യും അപ്ലോഡ് ആക്കാനായിട്ട്. അപ്പം ആ ഒരു കാര്യം കൂടി പറയാനായിട്ടാണ് ഈ ഒരു വീഡിയോ. ഇതിലെന്താണ് ടൈറ്റിൽ കണ്ടതെന്ന് പോലും എനിക്കറിയില്ല ഗൈസ്, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പം എല്ലാവരും ഈ ഒരു സപ്പോർട്ട് തുടർന്നുണ്ടായിരിക്കുക. ഈ പറഞ്ഞ പോലെ നമുക്ക് 1 ഇയർ ഹെയർ ചലഞ്ച് ഞാൻ വെറുതെ പറയുന്നില്ല കേട്ടോ. എൻ്റെ ഒരു പേഴ്സണലി എൻ്റെ ഭയങ്കര ഒരു ആഗ്രഹമാണ്. അത് നടക്കുമല്ലോ എന്ന് എനിക്കിപ്പോഴും അറിയില്ല, പക്ഷേ ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആണ് ഇപ്പോഴും. ബിക്കോസ് എൻ്റെ ഹെയർ ഫോൾ നന്നായിട്ട് കുറഞ്ഞു. അതാണ് ഞാൻ പറയുന്നത്. ലൈക്ക് വെറുതെ ആവശ്യമില്ലാത്ത കുറേ പ്രോഡക്റ്റ്സ് ഒന്നും വാങ്ങി ഹെഡിലും ലൈക്ക് ഹെയറിലും ഫേസിലും അപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ പ്രോഡക്റ്റ് ലൈക്ക് നമ്മൾ നാച്ചുറലായിട്ടുള്ള രീതി ഒരു കൊല്ലം നമുക്കൊന്ന് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നു. അപ്പം ഈ ഒരു വീക്ക് ഞാൻ കുറച്ച് ഉളപ്പായിരുന്നു, പക്ഷേ ഞാൻ തിരിച്ച് പിടിക്കും. പക്ഷേ എങ്കിലും എൻ്റെ ഹെയർ ഫോളിന് പ്രശ്നമൊന്നുമില്ല കേട്ടോ, കുഴപ്പമൊന്നുമില്ല. എനിക്ക് അത്യാവശ്യം ഹെയർ ഫോളൊന്നും ഇല്ലാണ്ട് തന്നെ പോകുന്നുണ്ട്. ഞാൻ അതൊക്കെ സൂക്ഷിച്ച് വയ്ക്കുന്നുണ്ട്. എൻ്റെ ഓരോ ഡെയിലിയും ഹെയർ ഫോൾ ഞാൻ സൂക്ഷിച്ച് വയ്ക്കുന്നുണ്ട്. നിങ്ങളും അത് ചെയ്ത് നോക്കട്ടോ, അപ്പോൾ നമുക്ക് ലാസ്റ്റ് അറിയാമല്ലോ. അപ്പം അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ബാക്കി കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ അപ്ലോഡ് അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ബൈ. ഗുഡ് മോർണിംഗ്, സോറി ഗുഡ് ഈവനിങ്. എണീറ്റിട്ടോ ഷണ്ടർബി മില ബേബി. ഇവന് കുറേ ഫാൻസൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. കുറേ ഫാൻസുള്ള ഒരു താരമാണ്. പക്ഷെ അച്ഛൻ്റെ മാത്രം എനിമിയാണ്. ഇവൻ്റെ ശബ്ദമാണ്, അച്ഛന് കുട്ടി ശബ്ദം പോലും പറ്റില്ല. അച്ഛന് ഉറക്കം പോകുന്നൊക്കെ വെച്ചിട്ട് ഞങ്ങൾ പോലും ശബ്ദം ഉണ്ടാക്കാൻ ഇഷ്ടമില്ല. ഉറക്കുന്ന ടൈമിലായിരുന്നു അതൊക്കെ ഭയങ്കര ഇഷ്ടം. പക്ഷെ അച്ഛന് ഇവനെ ഭയങ്കര ഇഷ്ടമൊക്കെയാണ് കേട്ടോ. ഇവിടെ വന്ന് തടവുകയൊക്കെ ചെയ്യുന്നതാണ്. ഇങ്ങനെ ഒരാൾ തടവിക്കൊണ്ടിരുന്നാൽ ഭയങ്കര ഇഷ്ടമാണ് അവന്. എത്ര നേരം വേണമെങ്കിലും ഇങ്ങനെ ഇരുന്ന് കൊടുത്തോളൂ. അപ്പം നേരത്തെ നമ്മൾ ടൈലൊക്കെ ഇട്ട് നല്ല സെറ്റപ്പിലായിരുന്നു ഇപ്പോൾ കിടക്കുന്നത് അവൻ്റെ ടൈലൊക്കെ. അപ്പോൾ നമ്മൾ ഫ്രണ്ടൊക്കെ കുറച്ച് പണിഞ്ഞ ടൈമിൽ അവനെ ഇങ്ങോട്ടാക്കിയതാണ് തൽക്കാലം. ഇനിയിപ്പോൾ നമ്മുടെ കുറച്ച് പണിയുണ്ട്, അതൊക്കെ കഴിഞ്ഞ് നമ്മളിവനെ വീട്ടിൽ സുന്ദരക്കുട്ടപ്പനാക്കി ഇരുത്തുന്നതായിരിക്കും. ഞാനിപ്പോൾ അധികം വരാറില്ല കേട്ടോ അവൻ്റെ അടുത്ത്. ഇവൻ എന്നെ കാണുമ്പോൾ ഭയങ്കര കുഴപ്പമാണ്, മീൻസ് ഭയങ്കര കുരുത്തക്കേടാണ്. അപ്പോൾ എൻ്റെ ജോലിയൊന്നും നടക്കില്ല. അതുകൊണ്ട് ഞാൻ ഇവൻ്റെ അടുത്ത് അധികം വരാറില്ല. എന്ത് പറ്റും എന്തെന്ന് അനങ്ങാതെ ഇങ്ങനെ ഇരുന്ന് തടവുന്നതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ കുറേ നാളുകൊണ്ട് കണ്ടുകൊണ്ടായിരിക്കും. ഇപ്പം ഞാൻ ഫുഡ് പോലും കൊടുക്കാൻ വരാറില്ല, വേറൊന്നും കൊണ്ടല്ല. ചങ്കിന് മുത്തിൻ്റെ അടുത്ത് വന്നിട്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര സങ്കടമാണ്, അതുകൊണ്ടാണ്. ഓക്കെ ബൈ. ചാടി എനിക്കോട്ടോ എൻ്റെ കഴുത്തിലൊക്കെ കയറി പിടിക്കും ഈ വിലോട്ടോ. ചാടി വരാറുണ്ട്. ഭയങ്കര സ്നേഹമാണ് എൻ്റെ അടുത്തൊക്കെ, ഭയങ്കര കാര്യമാണ് എന്നോടും അനിയനോടും ഇവിടെയുള്ള എല്ലാവരോടും ഭയങ്കര സ്നേഹം. അവന് എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ കേട്ടോ. ചില പൂച്ചയ്ക്കും കാക്കിക്കും കോഴിക്കും ഫുഡൊക്കെ കൊടുക്കാറുണ്ട് ഇവൻ്റെ ഫുഡ് കഴിക്കാണ്ട്. അപ്പം ഇവൻ്റെ കൂടെ പൊഴിയുന്നുണ്ട് കേട്ടോ, അത്യാവശ്യം നന്നായിട്ട് പൊഴിയുന്നുണ്ട്. പിന്നെ ഇവിടത്തെ അങ്ങനെയാണ് എങ്കിലും ഇപ്പം നന്നായിട്ട് അത്യാവശ്യം പൊഴിയുന്നുണ്ട്. അല്ല ഇപ്പം ഇച്ചിരി കുറവുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒരു ചൂട് കാലത്തൊക്കെ ഭയങ്കര പൊഴിച്ചില്ലായിരുന്നു. അപ്പോൾ ബൈ പറഞ്ഞാലോ. ബൈ ഗായ്സ്.